ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പില് കുരുങ്ങിയ യുവതിയെ കാണാനില്ല. കിളിമാനൂര് സ്വദേശി പാർവതിയെയാണ് കാണാതായത്. സ്വകാര്യ ആശുപത്രിയില് ഫിസിയോതെറാപ്പിക്കെന്ന് പറഞ്ഞാണ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പാർവതിയുടെ മുറിയിൽ നിന്നും കുറിപ്പ് കണ്ടെത്തി. പിടിച്ചു നിൽക്കാന് വഴിയില്ലെന്നും ഞാന് മാത്രമാണ് എല്ലാത്തിനും ഉത്തരവാദിയെന്നും കത്തിലുണ്ട്. പാർവതിയുടെ ബന്ധുക്കള് പോലീസില് പരാതി നൽകി. യുവതിയുടെ ടെലിഗ്രാം പരിശോധിച്ചതിൽ നിന്നും 4.5 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിന്റെ രേഖകൾ കണ്ടെത്തി. ലിജോ ജോസഫ് എല്ലിശ്ശേരിക്ക് പിന്തുണയുമായി നടൻ വിനയ് ഫോർട്ട്. ചുരുളിയിൽ അഭിനയിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട്. ചുരുളിയുടെ തിരക്കഥയും സംവിധാനവും സാമ്പത്തികവശവും വളരെ സുതാര്യമായിരുന്നു എന്ന് വിനയ് ഫോർട്ട് പറഞ്ഞു. മികച്ച സംവിധായകന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഇപ്പോഴും എന്നും സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് നടനായാലും കലയെ കലയായി കാണണമെന്നും ജോജു പറഞ്ഞത് സംബന്ധിച്ച് തനിക്ക് വ്യക്തമായ ധാരണയില്ലെന്നും വിനയ് ഫോർട്ട് പ്രതികരിച്ചു. കോൺഗ്രസിൽ ആരാണ് ക്യാപ്റ്റന്? നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പ് വിജയത്തോടെ കോൺഗ്രസിലെ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. നിലമ്പൂരിന്റെ വിജയശില്പി ആരെന്ന വിവാദത്തിന് പിന്നാലെ ക്യാപ്റ്റന് ആരെന്ന ചോദ്യമാണ് കോൺഗ്രസിലെ പുതിയ ചർച്ച. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്യാപ്റ്റനെന്ന് വിശേഷിപ്പിച്ചതില് പരിഭവമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടതോടെയാണ് പാർട്ടിയിൽ വീണ്ടുമൊരു വിവാദത്തിന് തിരികൊളുത്തിയത്. താനും ഉമ്മൻചാണ്ടിയും മുന്നണിയെ നയിച്ചിരുന്നപ്പോൾ വിവിധ ഉപതിരഞ്ഞെടുപ്പുകളില് വിജയമുണ്ടാക്കിയിരുന്നു. അന്നൊന്നും തങ്ങളെ ആരും ക്യാപ്റ്റനെന്നൊന്നും വിശേഷിപ്പിച്ചിരുന്നില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്.